لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മൾ ഒരു നോമ്പിൻ്റെ മാസം കഴിഞ്ഞ് പെരുന്നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് നിങ്ങളോടും എന്നോടും ഞാൻ ഉപദേശിക്കുകയാണ്. നമ്മൾ ചെയ്ത നന്മയുടെ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചത്. ഒരിക്കലും പെരുന്നാൾ എന്ന മനസ്സിലേക്ക് വന്നതുകൊണ്ടല്ല ഇന്നത്തെ സന്തോഷം, മറിച്ച് ഒരു മാസത്തെ ത്യാഗം, ഒരു മാസത്തെ ശുദ്ധീകരണം. മനസ്സ് ശുദ്ധിയാകുമ്പോൾ വലിയ സമാധാനമാണ് നമ്മുടെ മനസ്സിന് വന്നു ചേരുക. നമ്മുടെ നോമ്പും സ്വതക്കയും നമസ്കാരവും ഒക്കെ അള്ളാഹു സ്വീകാര്യമായ പ്രവർത്തനങ്ങളാക്കി മാറ്റിത്തരുമാറാകട്ടെ. പെരുന്നാളിൻ്റെ പുണ്യപ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നല്ല നീയത്തോടു കൂടി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു പെരുന്നാൾ സുദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. പുതുവസ്ത്രം ധരിച്ച് നമ്മളും കുട്ടികളുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, മനസ്സിനുണ്ടാകുന്ന ആനന്ദം സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്. വിൽദാനും മുഖല്ലദൂൻ, ഒരിക്കലും പ്രായമാകാത്ത ഒരു 3 വയസ്സോ 4 വയസ്സോ ഉള്ള കുട്ടികളാണ് അവിടെയുള്ള സ്വർഗക്കാർക്ക് പരിചാരകരായി എത്തുക എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. പെരുന്നാൾ അത് ആരാധനയുടെ ഭാഗമാണ്. എല്ലാം ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തും ആഘോഷമാക്കുക, എന്തിനും റീൽസ് എടുക്കുക എന്ന ഒരു സംസ്കാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പെരുന്നാൾ എന്നത് ആരാധനയുടെ സന്തോഷമാണ്. അത് ആരാധന നടത്തിക്കൊണ്ട് തന്നെയാണ് ആ സന്തോഷം നമ്മൾ പൂർത്തിയാക്കേണ്ടതും. തക്ബീറും നിസ്കാരവും ഖുതുബ കേൾക്കലും ഭക്ഷണം നൽകലും സമ്മാനങ്ങൾ കൈമാറലും ബന്ധങ്ങൾ പുതുക്കലും സന്ദർശനവും വിട്ടുകൊടുക്കലും മാപ്പാക്കലുമായി ധാരാളം പുണ്യകർമ്മങ്ങൾ പെരുന്നാളിൻ്റെ സുന്നത്തിലുണ്ട്. ഒരു മാസത്തെ നോമ്പും നമസ്കാരവും സ്വതക്കയും മറ്റ് സൽപ്രവർത്തനവും ഒക്കെയായി ധന്യമാക്കിയ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഉള്ളത്. ആത്മീയമായും ഭൗതികമായും വലിയ സന്തോഷമാണ് ഈ പെരുന്നാൾ സുദിനമെന്ന് പറഞ്ഞാൽ. ഒരു പെരുന്നാളിന് കൂടി ഒരുമിച്ച് ചേർന്നിരിക്കാനും പരസ്പരം ബന്ധങ്ങൾ പുതുക്കാനും ഐക്യം നിലനിർത്താനും അള്ളാഹു നമുക്ക് ഉദവി തന്നിരിക്കുകയാണ്. ഈ പെരുന്നാൾ ആയപ്പോഴേക്കും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എത്ര ആളുണ്ട്. നമ്മളും ഖബറിൽ കിടക്കേണ്ടവരായിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് അവൻ നമുക്ക് ആയുസ് നീട്ടിത്തന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് വേണം. നമ്മളാരും അഹങ്കാരികളാകരുത്, വിനയമുള്ളവരാകണം. ഏത് സമയത്ത് ഏത് അനുഗ്രഹത്തെ അള്ളാഹു തിരിച്ചെടുക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ നന്മകൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും തൗഫീഖുമാണ്. അതിന് അള്ളാഹുവിനോട് ധാരാളമായി ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ.
അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഔദാര്യത്തിലും മാത്രമാണ്. നാളെ അവനെ കണ്ടുമുട്ടേണ്ടി വരും. അവൻ വിചാരണ നടത്തും. ആയുസ്സിനും സമയത്തിനും യുവത്വത്തിനും സമ്പത്തിനുമൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കാനും ഫിത്ർ സക്കാത്ത് നൽകാനും ഉദാരമായി സ്വതക്ക ചെയ്യാനും പ്രാർത്ഥിക്കാനും നിസ്കാരിക്കാനും ഒക്കെ നമ്മൾ മുന്നിൽ വന്നത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയുക, നബിയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഈ കാര്യമൊക്കെ സംഭവിക്കുന്നത്. ഹിദായത്ത് സംഭവിക്കുന്നത്, ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അവൻ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഈ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചാലും അമലുസ്വാലിഹാത്തിൻ്റെ അത്ര ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമില്ല. കാരണം സമ്പാദിച്ചതൊക്കെ വിട്ടേച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോയി പച്ച മണ്ണിൽ കിടക്കുമ്പോൾ അവിടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് കൂട്ടിനുണ്ടായിരിക്കുക. ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി, അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി, അള്ളാഹു നമ്മളെ നമസ്കരിക്കാൻ തോന്നിപ്പിച്ചു. സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാഹ് പറയാൻ, അല്ലാഹു അക്ബർ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് മനസ്സ് നൽകി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പെരുന്നാൾ സുദിനത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഹിദായത്തിനെ ചൊല്ലി അങ്ങേയറ്റം സന്തോഷിക്കേണ്ടതുണ്ട്. കാരണം നാളെ പരലോകത്ത് നമ്മൾ എന്തു ത്യാഗം ഈ ലോകത്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമ്മളെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം, മുവഹിദായിരിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന മുത്തബി ആയിരിക്കണം. ഹിദായത്ത് ലഭിക്കാത്തവൻ ദീനിൽ നിന്ന് തെറിച്ചു പോവുകയും അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോവുകയും അവന് സ്വർഗം നഷ്ടപ്പെടുകയും അവൻ നരകത്തിലെത്തിപ്പെടുകയും ചെയ്യും. ഹിദായത്ത് ലഭിച്ചവന് നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കും. മീസാനിൽ കർമ്മങ്ങൾക്ക് ഭാരം തൂങ്ങും. കിതാബിൽ നന്മകൾ കാണും. മുഖത്ത് പ്രകാശമുണ്ടായിരിക്കും. വിചാരണ എളുപ്പമാകും. സിറാത്തിൻ്റെ പാലത്തിലൂടെ വേഗം കടന്നു പോകാൻ പറ്റും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദിലെ വെള്ളം കുടിക്കാൻ പറ്റും. അവിടെ സ്വർഗത്തിലെത്താൻ പറ്റും. മഗ്ഫിറത്ത് നേടാൻ പറ്റും. അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആലയെ നേരിട്ട് കാണാൻ പറ്റും സ്വർഗത്തിലെത്തിയാൽ. അതാണ് ചെയ്തത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലുന്നത് എന്തിനാ? അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തന്നതുകൊണ്ട്. അല്ലാഹു തആല അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവിൻ്റെ ഹിദായത്ത് നൽകിയ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ് തക്ബീർ ചൊല്ലുന്നത്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം നൽകിയ, നമുക്ക് അഭയം നൽകിയ, നമുക്ക് മതിയായ സംരക്ഷണം നൽകിയ, ഇസ്ലാമിലേക്ക് നമ്മളെ നയിച്ച അല്ലാഹുവിനെ വാഴ്ത്താതെ സ്തുതിക്കാതെ അൽഹംദുലില്ലാഹ് ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ക്രിസ്ത്യാനിയായി ചർച്ചിലോ ജൂതനായി സിനഗോഗിലോ വിഗ്രഹാരാധകനായി പോവുകയാണെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ആളുകളായി മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളായി തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇഹലോകവും പരലോകവും നമ്മൾക്ക് നഷ്ടമായിരിക്കും. അവൻ നിങ്ങളെ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മാർഗമാണത്. മുമ്പും മുൻവേദങ്ങളിലും ഈ വേദമാകുന്ന ഖുർആനിലും നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേര് നൽകിയിരിക്കുന്നു. വല്ലാത്ത ഒരു പേരാണത്. കീഴൊതുങ്ങിയവൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയവൻ, അള്ളാഹുവിന് കീഴൊതുങ്ങിയ അടിമ എന്നാണ് അർത്ഥം. ഈദ് എന്ന വാക്കിന് ഈദ് എന്ന വാക്ക് തന്നെ വലിയ സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ തരുന്നത്. ഇസ്ലാമിൽ ഈദ് എന്ന വാക്ക് വളരെ സൗമ്യവും മധുരവുമായ പദമാണ്. ഒരു ആത്മാവിൻ്റെ സന്തോഷവും ആനന്ദം കൊണ്ട് നിറക്കുന്ന പദമാണ് ഈദ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഉന്മേഷവും കൊണ്ട് നിറക്കുന്ന കാര്യമാണ് ഈദ് എന്നത്. മുഖത്ത് പുതുമയും സന്തോഷവും നിറക്കുന്ന കാര്യമാണ് ഈദ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതം നന്നാകണമെങ്കിൽ അവൻ അള്ളാഹുവിനെ അറിയുകയാണ് വേണ്ടത്. സർവശക്തനായ, ഏറ്റവും ധന്യനായ, പ്രതാപിയായ അള്ളാഹുവിന് മാത്രമേ നമ്മൾ ആരാധിക്കാവൂ.
എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാ മനുഷ്യൻ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ, അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഈ ലോകത്തേക്ക് വന്നത്. ആരാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും ലക്ഷ്യം നിറവേറിയാൽ സമാധാനം ലഭിക്കും. ഈ ലോകത്തേക്ക് വന്ന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് മാത്രമാണ്. ഏതൊരു ശക്തനേക്കാളും ശക്തനാണ് അള്ളാഹു. തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും തന്നെയാണ് വിജയം നേടുക എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കും. തീർച്ചയായും അള്ളാഹു ആരാം? ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അവൻ ശക്തനും പ്രതാപവാനുമാണ്. അവൻ ധന്യനാണ്. യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയില്ല. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാകുന്നു. ഏറ്റവും പ്രതാപിയും പ്രതാപവാനുമാണ് അള്ളാഹു. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ആധിപത്യത്തിൻ്റെ ഉടമസ്ഥാനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശം അത്രേ നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ദുനിയാവിൽ മനുഷ്യൻ അധ്വാനിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ നന്മ മുഴുവൻ ആരുടെ അടുത്താണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹുവിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഒരു നന്മയും ലഭിക്കുകയില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സാക്ഷാൽ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. വലഹു മാ ഫിസ് സമാവാതി വൽ അർള് വലഹുദ്ദീനു വാസിബൻ അഫഗൈറുല്ലാഹു തത്തഖൂൻ. അവൻ്റേതാകുന്ന ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും മുഴുവൻ അവൻ്റേതാകുന്നു. നിരന്തരമായിട്ടുള്ള കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാകുന്നു. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ എങ്ങനെയാണ് ഭക്തി കാണിക്കുക? പരസ്പരം സ്നേഹം നിർത്തണമെന്നാണ് ഈദിൻ്റെ മറ്റൊരു സന്ദേശം. മുസ്ലിങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസികൾക്കിടയിൽ ശുദ്ധമായ വാത്സല്യവും സ്ഥാപിക്കാനുള്ള ഇസ്ലാമിൻ്റെ താല്പര്യം ഉൾപ്പെടുന്ന മഹത്തായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പെരുന്നാൾ എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഒരു വയറ്റിൽ നിന്ന് വന്നതുപോലെ പരസ്പരം സ്നേഹിക്കേണ്ടതാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ലുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാകുന്നു. ഇന്ന് നമുക്കിടെ സ്നേഹത്തിൻ്റെ അത്യധികമായ ആവശ്യം നിലനിൽക്കുന്നു. സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്നേഹം മൊബൈലിനോടായിത്തീരുന്നു. സ്നേഹം ഗാഡ്ജറ്റുകളോടായിത്തീരുന്നു. സ്നേഹം ടൂറിനോടായിത്തീരുന്നു. സ്നേഹം ആഘോഷങ്ങളോടായിത്തീരുന്നു. സ്നേഹം സ്വന്തം താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹം വ്യാപിപ്പിക്കാൻ തയ്യാറാകണം. അതാണ് വേണ്ടത്. സ്നേഹം അതാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം. സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങൾ പരിശുദ്ധിയെ സ്വീകരിച്ച ഹൃദയങ്ങളാണ്. പരിശുദ്ധമല്ലാത്ത ഒരു ഹൃദയത്തിനൊരിക്കലും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വെറുപ്പും ദ്രോഹവും കൊതിക്കുന്ന ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ സ്വാധീനമുള്ള ഹൃദയങ്ങളാണ്. അവയുടെ പാതയിൽ നിന്ന് നാശമല്ലാതെ വന്നു ചേരുകയില്ല. മനുഷ്യരോട് മാത്രമല്ല, സർവ്വചരാചരങ്ങളോടും സത്യവിശ്വാസിക്ക് സ്നേഹം വേണം. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കാണുന്ന മൈക്കും പോഡിയവും ഇവിടെയുള്ള മുസല്ലയും ഇവിടെയുള്ള മണൽത്തരിയും ഈ സ്കൂളിൻ്റെ ഓരോ കല്ലും അള്ളാഹുവിൻ്റെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. അവനാണ് ആധിപത്യം, അവനാണ് സ്തുതി. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. എല്ലാവരും എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ വസ്തുക്കളോടും സ്നേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പഥ്യമായിരുന്നു. ഉഹദ് എന്ന മല
വികാരങ്ങളില്ലാത്ത കല്ലുകൾ കൂട്ടിവെച്ച മല. ആ മലയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഉഹദ ജബലിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ആ ജബൽ ഉഹദ് ഉണ്ടല്ലോ, ആ ഉഹദ് നമ്മളെ സ്നേഹിക്കുന്ന പർവ്വതമാണ്. അതിനെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഓരോന്നിനെയും സ്നേഹിക്കാൻ സാധിക്കണം, കാരണം അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. വികാരങ്ങളില്ലാത്ത വസ്തുക്കളോടുള്ള വൈകാരിക ബന്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, ചിന്തകളുള്ള മനുഷ്യനെ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. സ്നേഹം, സമാധാനം, വാത്സല്യം, ഐക്യം, കാരുണ്യം എന്നീ മൂല്യങ്ങൾ മുസ്ലിങ്ങൾ മുറുകെ പിടിക്കണം. മുസ്ലിങ്ങളുടെ സകല നന്മയെയും, ഈ ലോകത്തിനായുള്ള നന്മയെയും പ്രയോജനത്തെയും സ്നേഹിക്കണം. മുസ്ലിം എല്ലാ ആളുകൾക്കും അവൻ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. അതിനാൽ അവൻ തൻ്റെ മാതാപിതാക്കളോട് ദയോടുകൂടി പെരുമാറുന്നു. തൻ്റെ മാതാപിതാക്കളെ അവൻ ധിക്കരിക്കുകയില്ല. അവൻ തൻ്റെ മാതാപിതാക്കളെ പരിപാലിക്കുന്നു. മാതാപിതാക്കൾക്ക് അഭയം നൽകുന്നു. കരുണയും സ്നേഹവും നിമിത്തം മാതാപിതാക്കൾക്ക് എളിമയുടെ ചിറക് താഴ്ത്തുന്നു. ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളെ അവഗണിക്കുകയില്ല. ഒരു മുസ്ലിം തന്റെ കുട്ടികളെ സ്നേഹിക്കുന്നു, അവരോട് ദേഷ്യപ്പെടുകയില്ല. അതിനാൽ അവൻ അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു, അവരെ അവഗണിക്കുന്നില്ല. അവൻ ആ മക്കളോടൊപ്പമാണ്. അവരോട് തെറ്റ് ചെയ്യുന്നില്ല, അവരെ നല്ലതിലേക്ക് നയിക്കുന്നു, അവരെ പുറത്താക്കുന്നില്ല. മുസ്ലിം തന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നു. ഒരു മുസ്ലിം തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അതിനാൽ അവൻ അവളെ ബഹുമാനിക്കുന്നു, അവളെ നിന്ദിക്കുകയില്ല. മുസ്ലിം നിന്ദിക്കുകയില്ല. അവൾക്ക് അർഹമായ അവകാശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നു. അവളെ ചൂഷണം ചെയ്യുകയോ അവളെ അടിക്കാൻ കൈ ഉയർത്തുകയോ ചെയ്യുകയില്ല. അവൻ തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. അതിനാൽ അവൻ അവരെ ഉപദേശിക്കുന്നു, അവരെ അപമാനിക്കുന്നില്ല. അവൻ അവരോട് ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നു, അവരെക്കുറിച്ച് പരദൂഷണം പറയുന്നില്ല. ഇസ്ലാം ഐക്യത്തിൻ്റെ മതമാണ്. ഭിന്നതയ്ക്ക് കാരണമാകുന്ന ഏതൊരു കാര്യത്തെയും ഇസ്ലാം എതിർക്കുകയും അത് പാപമായി പ്രഖ്യാപിക്കുകയും അതിൽ നരകമുണ്ടെന്ന് ഘോഷണം ചെയ്യുകയും ചെയ്യുന്നു. പെരുന്നാളിൻ്റെ ഈ ഒരു ദിവസം മാത്രമല്ല, ഇപ്പോഴും ഇസ്ലാം മതം എല്ലാവരെയും സ്നേഹിക്കാനും വാത്സല്യം കാണിക്കാനും ഐക്യത്തോടുകൂടി ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. സ്നേഹവും ഐക്യവും കൊണ്ടുവരുന്നതിൽ അതിൻ്റെ സ്വാധീനം വലുതാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ മുഴുവൻ അതുതന്നെയാണ് പറയുന്നത്. തൻ്റെ സഹോദരനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയിക്കണം. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തുറന്നു പറയേണ്ട സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പെരുന്നാളിൻ്റെ സുദനം. സ്നേഹം തന്നെയാണ് സ്വർഗപ്രവേശനത്തിലെ ഏറ്റവും വലിയ വശം. സ്നേഹം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് അവരുടെ കയ്യിലാണ്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, വിശ്വാസികളാകാതെ ഒരാൾ സ്വർഗ്ഗത്തിൽ പോവുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, പരസ്പരം ഇഷ്ടപ്പെടാത്തവൻ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. അവലാ ദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ, ഇണക്കമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം ധാരാളമായി സലാമിനെ പ്രചരിപ്പിക്കണം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ പെരുന്നാളിൻ്റെ വാത്സല്യത്തെയും പ്രശംസയുടെയും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് ഈ പെരുന്നാളിനെ ധന്യമാക്കണം. സ്നേഹവും വാത്സല്യവും നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാൽ ജീവിതം നിറക്കണം. പരസ്പരം സന്ദർശിക്കുക, ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ വേണമെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയവൻ ഈ ലോകത്ത് വിജയിച്ചു, പരലോകത്ത് വിജയിച്ചു. ഹൃദയത്തെ മലിനപ്പെടുത്തിയവൻ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെടും. സഹിഷ്ണുതയും വിശുദ്ധിയും കൊണ്ട് നിങ്ങളെ തന്നെ സ്വയം ആയുധമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ ദിനത്തിൽ പരസ്പരം ആശംസകൾ അർപ്പിക്കുന്നത് വാത്സല്യം വർദ്ധിപ്പിക്കും, സ്നേഹം ശക്തിപ്പെടുത്തും. കൈകൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും സ്നേഹത്തിൻ്റെ ഒരു പുതുക്കലായി നമ്മൾ കൈകാര്യം ചെയ്യണം. തെറ്റിദ്ധരിച്ചവരോടും തെറ്റ് ചെയ്തവരോടും ക്ഷമിക്കണം. തെറ്റ് ചെയ്തവരോടും നമ്മെ ദുരുപയോഗം ചെയ്തവരോടും ക്ഷമിച്ചു കൊടുക്കുക. അത് നമ്മൾ വിട്ടുകൊടുത്താൽ അള്ളാഹു നമുക്ക് വിട്ടുതരും. നമ്മൾ കാരുണ്യം ചെയ്താൽ അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യും. വാത്സല്യത്താൽ ഉദാരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ക്ഷമ പ്രഖ്യാപിക്കണം, അതിൻ്റെ സുഗന്ധം പരക്കണം. ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ ക്ഷമ അനിവാര്യമാണ്. ഒരു മുസ്ലിമിന് 3 രാത്രികൾക്കധികം ഒരു സഹോദരനെ പിണക്കി നിൽക്കാൻ സാധിക്കുകയില്ല. ആ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല.
കണ്ടുമുട്ടുകയും അകന്നു മാറുകയും ചെയ്യുന്നവരല്ല, മറിച്ച് കണ്ടുമുട്ടുകയും സലാം പറഞ്ഞ് പിണക്കം തീർക്കുന്നവരുമാണ് യഥാർത്ഥ മുഅ്മിൻ. വേർപിരിഞ്ഞ ഹൃദയങ്ങൾക്ക് ഇത് എന്ത് നൽകുന്നു? ഒന്നും നൽകുന്നില്ല. ഭിന്നിച്ച ആത്മാക്കൾക്ക് എന്തു സന്തോഷമാണ് നേടാനാവുക? ഒരു സന്തോഷവും നേടാൻ സാധിക്കുകയില്ല. കലഹിക്കുന്ന കൈകൾക്ക് ഒരു സന്തോഷവും ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. പെരുന്നാൾ സുദിനം ഐക്യത്തെ ഉണർത്തുന്നു. പെരുന്നാൾ സമാധാനത്തിനും ഐക്യത്തിനുമുള്ള സമയമാണ്. ഹൃദയങ്ങൾ ഒന്നിക്കുന്ന, വാക്കുകൾ കൊണ്ട് സന്തോഷിക്കുന്ന, മനസ്സുകൾ തമ്മിൽ വിള്ളലുകൾ പരിഹരിക്കുന്ന, മാനസിക ഐക്യത്താൽ ഭിന്നതയ്ക്ക് കാരണമായ പിശാച് നിരാശപ്പെടുന്ന ദിവസമാണ് ഈദ് എന്ന് പറയുന്നത്. അഹങ്കാരം, അനീതി എന്നിവയാൽ നയിക്കപ്പെടുന്ന ആളുകൾ അവർക്കിന്ന് പെരുന്നാളില്ല. വിദ്വേഷം, ദ്രോഹം, ശത്രുത എന്നിവയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സ്വയം ശുദ്ധീകരിക്കാത്തവർക്ക് ഇന്ന് പെരുന്നാളില്ല. വിദ്വേഷത്തിൻ്റെ മാനസിക മാലിന്യങ്ങൾ പെരുന്നാൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. അത് മനസ്സിൽ നിന്നാണ് വിട്ടുപോകേണ്ടത്. മനസ്സിൻ്റെ ഏറ്റവും നല്ല തഖ്വയാണ് ഏറ്റവും നല്ല വസ്ത്രമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ. ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങൾ വെറുപ്പ്, അസൂയ, ദ്രോഹം എന്നിവ കൊണ്ട് നിലനിൽക്കരുത്. അത് ശുദ്ധീകരിക്കണം. അഹങ്കാരവും അനീതിയും ആക്രമണവും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാം. നമുക്ക് ഗുണത്തിന് വേണ്ടിയെല്ലാം എല്ലാ ആളുകൾക്കും ഗുണത്തിന്, എല്ലാ ജനങ്ങൾക്കും ഗുണത്തിന്, ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി മുന്നോട്ട് പോകണം. പ്രവർത്തനങ്ങളെ നന്മയിലേക്ക് നയിക്കാം. നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ രാഷ്ട്രത്തെയും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയോ കുറ്റം കണ്ടെത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നുണ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. തെറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും, സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്നതിൽ നിന്നും, രക്തം ചിന്തുന്നതിൽ നിന്നും മാറി നിൽക്കണം. ഇസ്ലാം എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് സമാധാനത്തിലേക്കുള്ള വഴിയാണ്, സന്തോഷത്തിലേക്കുള്ള വഴിയാണ്. ഇസ്ലാം എന്തൊക്കെ നിർദ്ദേശിച്ചോ അതൊക്കെ പാലിക്കുന്നത് മനുഷ്യ സമാധാനത്തിലേക്കുള്ള മാർഗമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പിണക്കങ്ങൾ പറഞ്ഞു തീർക്കണം. ബന്ധം വിച്ഛേദിക്കുക എന്നത് കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള അവസ്ഥയാകും. പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരുടെ ഒരു പ്രാർത്ഥനയും ഉപകരിക്കപ്പെടുകയില്ല. അവിടെ ഒരു നമസ്കാരവും ഉപകരിക്കപ്പെടുകയില്ല. അത് മുകളിലേക്ക് കയറി അള്ളാഹുവിലേക്ക് എത്തുക തന്നെയില്ല. കർമ്മങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് അള്ളാഹു തആല പെൻഡിങ്ങിൽ വെക്കാൻ പറയും. രണ്ടാളും തമ്മിൽ പിണങ്ങിയാൽ അള്ളാഹു മലക്കുകളോട് പറയും, ഇവർ രണ്ടുപേരും തമ്മിൽ പിണക്കം തീർന്നതുവരെ അവരെ ശ്രദ്ധിക്കൂ. പിണക്കം തീർന്നാൽ ആ കർമ്മം മുകളിലേക്ക് അയക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ബന്ധങ്ങൾ ചേർക്കുന്നതിലൂടെ പെരുന്നാളിൻ്റെ നിറം വർദ്ധിക്കും. പരസ്പരം സന്ദർശിക്കുന്നതിലൂടെ നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാതാപിതാക്കളോടുള്ള ദയ, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക, അയൽക്കാരോട് നന്നായി പെരുമാറുക, കുട്ടികളോട് സൗമ്യമായി പെരുമാറുക, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുക. ഇതൊക്കെ ഈദിൻ്റെ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നോമ്പ് നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ നമസ്കാരങ്ങളും, ജമാഅത്ത് നമസ്കാരങ്ങളും, തറാവീഹും, അതേപോലെ ആ സമയത്ത് സ്വതക്കയുമൊക്കെ നൽകി മുന്നോട്ട് പോയി. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. നമ്മുടെ വീടുകളിൽ സ്നേഹം പരത്തുക. കാരണം അത് മാനസികവും വൈകാരികവുമായ സ്ഥിരത കൈവരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിലൊന്നാണ് വീട്ടിൽ സ്നേഹമുണ്ടാവുക എന്നത്. ദയയുള്ള വാക്കുകൾ പറയുക, സൗമ്യമായ സ്പർശനങ്ങൾ ഉണ്ടായിരിക്കുക, മനോഹരമായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കുക, സ്നേഹം പരത്തുക. ചില വീടുകൾ വികാരങ്ങൾ അടിച്ചമർത്തുന്നു, അവ പ്രകടിപ്പിക്കുവാൻ ലജ്ജിക്കുന്നു. അതുകൊണ്ട് അവിടെ ആ സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഇത് ഒഴിവാക്കണം. ഈദ് പ്രകടനത്തിനുള്ള ദിനമാണ്. ഉമ്മമാരെയും സഹോദരിമാരെയും സ്വന്തം ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നത് ഭാര്യമാർക്ക് ഇഷ്ടമല്ലാത്ത കാലമാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഇഷ്ടമല്ല. അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോ സ്പേസ് ഉണ്ട്. ആ സ്പേസ് കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹകരിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ ചീത്ത പറയുന്നവരോട് പുരുഷന്മാർക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ഉമ്മയെ ചീത്ത പറയുന്ന ഭാര്യയോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ഭാര്യയെ ചീത്ത പറയുന്ന ഉമ്മയോട് ഒരിക്കലും ഒരു ആണിന് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. നമ്മളോട് നല്ല ബന്ധമുണ്ടാകണമെങ്കിൽ അവർക്കിഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ പരിഗണിക്കാൻ സാധിക്കണം. പുരുഷന്മാർ എല്ലാവരോടും നീതിപൂർവകമായി പെരുമാറണം. ഉമ്മയും സഹോദരിയെയും ഭയന്ന് ഭാര്യയോടോ ഭാര്യയെ ഭയന്ന് മറ്റുള്ളവരോടോ ബന്ധം വിച്ഛേദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾക്ക് സ്നേഹം നൽകണം. അവരെ സ്നേഹിച്ച് വളർത്തണം. അവരെ സ്നേഹം കൊണ്ട് നിറക്കണം. അവരെ സ്നേഹിച്ച് ആ സ്നേഹിക്കൽ എങ്ങനെയെന്ന് പഠിപ്പിക്കണം. 5
കാര്യങ്ങളാണ് സ്നേഹത്തിന് വേണ്ടത്. 1 തുറന്ന് സംസാരിക്കൽ, 2 ഹൃദയ സാമീപ്യം ഉണ്ടാകൽ, ഹൃദ്യമായ സാമീപ്യം ഉണ്ടാകൽ, 3 മൊബൈൽ മാറ്റിവെച്ച് കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കും മക്കൾക്കും ഉമ്മക്കും സമയം കൊടുക്കൽ, അപ്രതീക്ഷിതമായ സമ്മാനം നൽകൽ, കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള സഹായം, പിന്താങ്ങൽ നൽകൽ, പിന്തുണ നൽകൽ. ഇതുണ്ടെങ്കിൽ സ്നേഹം നിലനിർത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മൾ സ്നേഹം നൽകിയില്ലെങ്കിൽ കുട്ടികൾ വേറെ ആളുകളെ തിരഞ്ഞെടുക്കും. അവർക്ക് അന്തസ്സ് നൽകും, അവർക്ക് പണം നൽകും, അവരുടെ അഭിമാനം നൽകും, അവരുടെ ശരീരം നൽകും, അവർക്കുള്ളതെല്ലാം നൽകും. ചതിയന്മാർ പതുങ്ങിയിരിക്കുന്ന ഈ കാലത്ത് നമ്മളിൽ നിന്നും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം വരുമ്പോഴാണ് മറ്റുള്ള ഭാഗത്തേക്ക് ഈ വഞ്ചനയുടെ ആ നിമിത്തത്തിലേക്ക് കുട്ടികൾ മാറി ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കണം. വാത്സല്യവും സ്നേഹവും ആർദ്രതയും അടുപ്പവും ബഹുമാനവും ശ്രദ്ധയും ഒക്കെ വേണം. ദുനിയാവിൻ്റെ പുരോഗതി മാത്രം ആലോചിക്കരുത്, കുട്ടികളുടെ ആഖിറത്തിൻ്റെ പുരോഗതി ആലോചിക്കണം. അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കണം. സ്വർഗത്തിലേക്ക് നയിക്കാൻ ഈ പാരൻസിന് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്കിനിയും ദൗത്യം പൂർത്തിയാക്കാനുണ്ട്, ഇണകളോട് പറയാനുള്ളത്, പ്രണയത്തിന് പ്രായമില്ല, പ്രണയത്തിന് സമയമില്ല, പ്രണയത്തിന് പ്രത്യേക ഘട്ടമില്ല. ബുദ്ധിമുട്ടുകൾക്കിടയിലും പരസ്പരം സ്നേഹിക്കുക. നരച്ച മുടിയുണ്ടെങ്കിലും പരസ്പരം സ്നേഹിക്കുക. സാഹചര്യങ്ങൾ കാഠിന്യം വെക്കാതെ പരസ്പരം സ്നേഹിക്കുക. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഉയർച്ച താഴ്ചകളും വകവെക്കാതെ പരസ്പരം പിന്താങ്ങി മുന്നോട്ട് പോകാൻ സാധിക്കണം. പരിഗണന, അതാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ഇത് ഈഗോ കൊണ്ടില്ലാതായി തീരുകയാണ്. എന്താ എന്നെ പരിഗണിച്ചാൽ എന്ന് പറഞ്ഞ് വസൂല് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും പരിഗണന കിട്ടുകയില്ല. പരിഗണിക്കണം. അങ്ങോട്ട് കൊടുക്കുന്ന പരിഗണനക്കനുസരിച്ചാണ് ഇങ്ങോട്ട് പരിഗണന കിട്ടുക എന്ന മിനിമം ബുദ്ധിയെങ്കിലും ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. വ്യക്തിയുടെ രൂപീകരണത്തിനും സമൂഹ നിർമ്മാണത്തിനും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പുരോഗതി പ്രാപിക്കുമെന്ന് വിചാരിച്ച് മസിൽ പിടിച്ച് വലുതായാൽ ഒരിക്കലും പുരോഗതി ഉണ്ടായിരിക്കുകയില്ല. മക്കളുടെ പിന്തുണ വേണം, ഭാര്യയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും പിന്തുണ വേണം. ഈ ഈദിൻ്റെ ആഘോഷത്തിൻ്റെ സാഹചര്യം നമുക്ക് ശരിക്കും മുതലാക്കാൻ സാധിക്കണം. ഇതുവരെ വിള്ളലുകൾ വന്ന ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ ആ വിള്ളലുകൾ അടച്ച് അത് ഭംഗിയാക്കി ദൃഢമായ ബന്ധങ്ങളാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. കൂട്ടരെ, മരണമുണ്ട്, ഏതു സമയത്തെന്നറിയില്ല. നമ്മൾ പച്ചമണ്ണിൽ പോയി കിടക്കേണ്ടി വരും. അവിടെ ചോദ്യമുണ്ട്, ആരാണ് റബ്ബ്? അല്ലാഹു റബ്ബി അല്ലാ എന്ന് മറുപടി പറയാൻ സാധിക്കണം. ആരാണ് ഇമാമ്? ഖുർആൻ ഇമാമി എന്ന് പറയാൻ സാധിക്കണം. ഏതാണ് മതം എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമു ദീനി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. യുദ്ധം നടക്കുകയാണ് പശ്ചിമേഷ്യയിൽ. വളരെയധികം പ്രയാസത്തിലാണ് സാധാരണക്കാരാണ് പ്രയാസപ്പെടുന്നത്. ആ പ്രയാസം കമ്പോളങ്ങളിലും സാമ്പത്തിക നിലവാരത്തിലുമൊക്കെ വന്നു ചേരുന്നുണ്ട്. ധാരാളമായി പ്രാർത്ഥിക്കണം ആ പ്രതിസന്ധി അവസാനിക്കാൻ. അവിടെ ഈമാനുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടി ഷഹീദായി മരിക്കുന്ന ആളുകൾ ശുഹദാക്കളായി മാറാനുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരണം. ഖുദ്സിനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഗാസയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ അവസാനിച്ചുവെന്ന് കരുതണ്ട. അവിടെയുള്ള കെട്ടിടങ്ങളും അവിടെയുള്ള അനാഥകളും എത്രയാണ്, തകർന്ന കെട്ടിടങ്ങളും അനാഥകളും. അവിടെ ഒരു വാർത്ത അവസാനിച്ചാൽ അവരെ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാർത്തക്കുമേൽ വാർത്ത വന്ന് പോകുന്ന അവസ്ഥയിൽ കഴിഞ്ഞ ദുരന്തങ്ങളൊക്കെ മനസ്സിൽ നിന്നും വിസ്മരിച്ച് കളയുകയാണ്. അല്ലാഹുവേ, ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും നീ സമാധാനം പ്രദാനം ചെയ്യണമേ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്കിനെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹം പരസ്പരം കൈമാറാനും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പരിഗണിക്കാനും ഓരോരുത്തരെയും മനസ്സിലാക്കി പെരുമാറാനുമുള്ള തൗഫീക്കിനെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള വലിയ സംഭാവന ചെയ്യുന്ന കുടുംബത്തിലെ ഓരോ വ്യക്തികളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് ഉദവി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.